ആചാര്യ അക്കാഡമിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടറ്റി കാറ്റഗറി 3 മാത്തമാറ്റിക്സിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആചാര്യ അക്കാഡമിയിൽ സെറ്റ് കേട്ടറ്റി HSA മാത്തമാറ്റിക്സിനായുള്ള ഏറ്റവും പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Two right triangles and a square are joined together. The perimeter of the joined figure is. അപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് രണ്ട് റൈറ്റ് ട്രയാങ്കിളും ഒരു സ്ക്വയറും കൂടി ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഫിഗറിൻ്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഫൈൻഡ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് സ്ക്വയറിൻ്റെ സൈഡ് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുന്നത് ഇതിലൊരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലേ. ഓക്കെ, നമുക്ക് ഇതിന് പേരുകൾ നൽകാം. ഇപ്പോൾ രണ്ട് റൈറ്റ് ട്രയാങ്കിളാണുള്ളത്. ഒന്ന് ABC-യും അടുത്തത് ACD-യും. ഓക്കെ, അതിൽ ആദ്യത്തെ ABC-ൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് രണ്ടാമത്തതിൻ്റെ സൈഡായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ റൈറ്റ് ട്രയാങ്കിൾ നോക്കാം. ട്രയാങ്കിൾ ABC-യിൽ AC എന്ന് പറയുന്ന ഹൈപ്പോട്ടന്യൂസ് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഫൈൻഡ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് √1² + 1² വിച്ച് ഈസ് ഈക്വൽ ടു √2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ റൈറ്റ് ട്രയാങ്കിളുടെ ഹൈപ്പോട്ടന്യൂസ് കിട്ടിയിട്ടുണ്ട് AC. ഈ AC എന്ന് പറയുന്നത് ACD എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളുടെ ഒരു സൈഡായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ACയുടെ വാല്യൂവും കൂടി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാം? സെക്കൻഡ് റൈറ്റ് ട്രയാങ്കിളുടെ ഹൈപ്പോട്ടന്യൂസ് ആയ AD ഫൈൻഡ് ചെയ്യാം. ഈ ഹൈപ്പോട്ടന്യൂസ് ആണ് നമ്മുടെ സ്ക്വയറിൻ്റെ സൈഡായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്നു. ADയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യുന്നതിനായിട്ട് √1² + √2². √2ൻ്റെ സ്ക്വയർ 2 തന്നെയാണ്. അപ്പോൾ 2 + 1 √3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ AD എന്ന് പറയുന്ന ഒരു സൈഡ്, അതായത് ഈ ഒരു സ്ക്വയറിൻ്റെ സൈഡ് നമുക്ക് √3 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദെൻ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവുകളുടെ തുകയാണ് അല്ലേ. അതായത് AB + BC + CD ദെൻ 3 ഇൻറ്റു സൈഡ് ഓഫ് സ്ക്വയർ ചെയ്തത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് സ്ക്വയറിൻ്റെ സൈഡ് √3 എന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള വാല്യൂസ് ABയും BCയും CDയും എല്ലാം 1 മീറ്റർ വീതമാണ്. ഇപ്പോൾ 1 + 1 + 1 + 3 ഇൻറ്റു സ്ക്വയറിൻ്റെ സൈഡായ √3. ഓക്കെ, ദാറ്റ് ഈസ് 3 + 3 √3 മീറ്റർ എന്നാണ് ആൻസർ വരുന്നത്. അതായത് ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്